Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, The Lottery by Shirley Jackson, FAUGP, AC English, Advanced English Language Skill for Commerce and Management, second semester, Calicut University. Shirley Jackson was an American writer known primarily for her works of horror and mystery. ഷെർലി ജാക്സൺ ഒരു അമേരിക്കൻ എഴുത്തുകാരിയാണ്. അവർ കൂടുതൽ അറിയപ്പെടുന്നത് അവരുടെ വർക്ക്സിൽ ഹൊറർ മിസ്റ്ററി ഇതൊക്കെ ഒരു തീമായിട്ട് വന്നിട്ടുണ്ട്. Then summary of the lottery. It is a short story. It was first published in the New Yorker on June 26, 1948. ദ ലോട്ടറി എന്ന് പറയുന്നത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. ദ ന്യൂയോർക്കറിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ജൂൺ 26, 1948. ദ സ്റ്റോറി ഡിസ്ക്രൈബ്സ് എ ഫിക്ഷണൽ സ്മോൾ അമേരിക്കൻ കമ്മ്യൂണിറ്റി ദാറ്റ് ഒബ്സർവ്സ് ആൻ ആനുവൽ ട്രഡീഷൻ നോൺ ആസ് ദ ലോട്ടറി വിച്ച് ഈസ് ഇൻറ്റൻഡഡ് ടു എൻഷുർ എ ഗുഡ് ഹാർവസ്റ്റ് ആൻഡ് ക്ലെൻസ് ദ ടൗൺ ഓഫ് ബാഡ് ഒമെൻസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ഫിക്ഷണൽ സ്മോൾ അമേരിക്കൻ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു ആനുവൽ ട്രഡീഷൻ, എല്ലാ വർഷവും നടക്കുന്ന ഒരു ട്രഡീഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ദ ലോട്ടറി എന്ന് പറയുന്നത്. അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ഗുഡ് ഹാർവസ്റ്റ്, അതായത് നല്ല രീതിയിൽ വിളവെടുക്കുക, അത് ഉറപ്പ് വരുത്തുക. അതുപോലെ ക്ലെൻസ് ദ ടൗൺ ഓഫ് ബാഡ് ഒമെൻസ്, അതായത് ദുഷ്ടശക്തികളിൽ നിന്ന് ടൗണിനെ ക്ലെൻസ് ചെയ്യുക, ശുദ്ധീകരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു ട്രഡീഷൻ അവർ ഫോളോ ചെയ്യുന്നത്. ദ വില്ലേജസ് ഓഫ് എ സ്മോൾ ടൗൺ ഗ്യാദർ ടുഗദർ ഇൻ ദ സ്ക്വയർ ഓൺ June 27, എ ബ്യൂട്ടിഫുൾ ഡേ ഫോർ ദ ടൗൺ ലോട്ടറി. അപ്പോൾ വില്ലേജസ് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കൂടും June 27. അതൊരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. അവിടെ വെച്ചിട്ടാണ് അവർ ലോട്ടറി എടുക്കുന്നത്. ഇൻ അതർ ടൗൺസ് ലോട്ടറി ടേക്സ് ലോങ്ങർ, ബട്ട് ദർ ആർ ഓൺലി 300 പീപ്പിൾ ഇൻ ദിസ് വില്ലേജ്, സോ ദ ലോട്ടറി ടേക്സ് ഓൺലി 2 hours. ബാക്കിയുള്ള ടൗൺസിലൊക്കെ ലോട്ടറി എടുക്കാൻ ആ ഒരു പ്രോസസ്സിങ്ങിന് ഒരുപാട് സമയം എടുക്കും, കാരണം അവിടെയൊക്കെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത് ഒരു സ്മോൾ വില്ലേജാണ്. അവിടെ ഓൺലി 300 പീപ്പിൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 2 hours മതി, ആകെ 2 മണിക്കൂർ മാത്രം മതി ഈ ഒരു ലോട്ടറി പ്രോസസ്സിങ്ങിന് എന്നാണ് പറയുന്നത്. വില്ലേജ് ചിൽഡ്രൻ ഹു ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് സ്കൂൾ ഫോർ ദ സമ്മർ റൺ അറൗണ്ട് കളക്ടിങ് സ്റ്റോൺസ്. അപ്പോൾ വില്ലേജിലെ കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമ്മറായിരുന്നു. അവരെന്ത് ചെയ്യും, അവിടെ ഓടി നടന്ന് കല്ലുകളൊക്കെ പെറുക്കി കളക്ട് ചെയ്യും. ദേ പുട്ട് ദ സ്റ്റോൺസ് ഇൻ ദെയർ പോക്കറ്റ്സ് ആൻഡ് മേക്ക് എ പൈൽ ഇൻ ദ സ്ക്വയർ. അപ്പോൾ ആ ഒരു സ്ക്വയറിൽ അവരെന്ത് ചെയ്യും, ഈ പെറുക്കി കൊടുക്കുന്ന കല്ലുകളൊക്കെ ഇങ്ങനെ കൂനയായിട്ട് വെക്കും. Men gather next, followed by the women. Parents call their children over, a family stand together. അങ്ങനെ അവരുടെ അടുത്ത് അവിടെ വില്ലേജിലുള്ള പുരുഷന്മാർ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവരുടെ അടുത്ത് സ്ത്രീകളുണ്ട്. പാരൻസ് കുട്ടികളെ അവരുടെ അടുത്തേക്ക് വിളിക്കുന്നുണ്ട്. ഫാമിലീസ് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് റൺ ദ ലോട്ടറി ബിക്കോസ് ഹി ഹാസ് എ ലോട്ട് ഓഫ് ടൈം ടു ഡു തിങ്സ് ഫോർ ദ വില്ലേജ്. മിസ്റ്റർ സമ്മേഴ്സ് ആണ് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. അയാൾ ഓടി വരുന്നുണ്ട് ലോട്ടറിയുമായിട്ട്, കാരണം അയാൾക്ക് ആ വില്ലേജിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഹി അറൈവ്സ് ഇൻ ദ സ്ക്വയർ വിത്ത് ദ ബ്ലാക്ക് ബോക്സ് ഫോളോഡ് ബൈ മിസ്റ്റർ ഗ്രേവ്സ് ദ പോസ്റ്റ് മാസ്റ്റർ. അപ്പോൾ മിസ്റ്റർ സമ്മേഴ്സ് ഓടി വരികയാണ് ആ ഒരു സ്ക്വയറിലേക്ക്. ഒരു ബ്ലാക്ക് ബോക്സുമായിട്ടാണ് വരുന്നത്. അതിലാണ് ലോട്ടറി ഉള്ളത്. മിസ്റ്റർ ഗ്രേവ്സ് ഉണ്ട് കൂടെ. മിസ്റ്റർ ഗ്രേവ്സ് ഒരു പോസ്റ്റ് മാസ്റ്ററാണ്. ദിസ് ബ്ലാക്ക് ബോക്സ് ഈസ് ഇൻ ദ ഒറിജിനൽ ബോക്സ് യൂസ്ഡ് ഫോർ ദ ലോട്ടറി ബിക്കോസ് ദ ഒറിജിനൽ വാസ് ലോസ്റ്റ് മെനി ഇയേഴ്സ് എഗോ, ഈവൻ ബിഫോർ ദ ടൗൺ എൽഡർ ഓൾഡ് മാൻ വാർണർ വാസ് ബോൺ. ഈ ഒരു ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ബോക്സ് അല്ല. ഒറിജിനൽ ബോക്സ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്. ടൗൺ എൽഡറായിട്ടുള്ള ഓൾഡ് മാൻ വാർണർ ഒക്കെ ബോൺ ചെയ്യുന്ന അതിന് മുമ്പ് തന്നെ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിസ്റ്റർ സമ്മേഴ്സ് ഓൾവേസ് സജസ്റ്റ് ദാറ്റ് ദേ മേക്ക് എ ന്യൂ ബോക്സ് ബിക്കോസ് ദ കറൻറ്റ് വൺ ഈസ് ഷബി, ബട്ട് നോ വൺ വാണ്ട്സ് ടു ഫൂൾ അറൗണ്ട് വിത്ത് ദ ട്രഡീഷൻ. അപ്പം മിസ്റ്റർ സമ്മേഴ്സ് പറയുന്നുണ്ട്, എല്ലായ്പ്പോഴും സജസ്റ്റ് ചെയ്യാറുണ്ട് നമുക്കൊരു പുതിയ ബോക്സ് വാങ്ങാം എന്നുള്ളത്, കാരണം ഈ ഒരു ബോക്സ് ആകെ വൃത്തികേടായിട്ടുണ്ട്. പക്ഷേ വില്ലേജിലുള്ള ആരും അതിന് ഇൻട്രസ്റ്റ് കാണിക്കാറില്ല, കാരണം ഈ ഒരു ലോട്ടറി ട്രഡീഷൻ അവർക്കങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ആഗ്രഹമില്ല, കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമില്ല. മിസ്റ്റർ സമ്മേഴ്സ് did, however, convince the villagers to replace the traditional wood chips with slips of paper. മിസ്റ്റർ സമ്മേഴ്സ് പിന്നീട് വില്ലേജേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് പണ്ട് ട്രഡീഷണൽ വുഡ് ചിപ്സ് ആയിരുന്നു, അതായത് മരക്കഷ്ണങ്ങളായിരുന്നു ലോട്ടറി ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്നത് മാറ്റിയിട്ട് സ്ലിപ്സ് ഓഫ് പേപ്പർ കഷ്ണങ്ങളാക്കി മാറ്റി. മിസ്റ്റർ സമ്മേഴ്സ് മിക്സ് അപ്പ്
ദ സ്ലിപ്സ് ഓഫ് പേപ്പർ ഇൻ ദ ബോക്സ്. അപ്പോൾ മിസ്റ്റർ സമ്മേഴ്സ് എന്ത് ചെയ്തു, ആ പെട്ടിക്കകത്ത് ആ ഒരു പേപ്പർ സ്ലിപ്സുകൾ മിക്സ് ചെയ്യാൻ തുടങ്ങി. ഈ ആൻഡ് മിസ്റ്റർ ക്രേവ്സ് മെയ്ഡ് ദ പേപ്പേഴ്സ് ദ നൈറ്റ് ബിഫോർ ആൻഡ് ദെൻ ലോക്ക്ഡ് അപ്പ് ദ ബോക്സ് അറ്റ് മിസ്റ്റർ സമ്മേഴ്സ് കോൾ കമ്പനി. അതായത് മിസ്റ്റർ സമ്മേഴ്സും മിസ്റ്റർ ഗ്രേവ്സും കൂടെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ സമ്മേഴ്സിൻ്റെ കോൾ കമ്പനിയിൽ വെച്ചിട്ട് ഈ പേപ്പേഴ്സൊക്കെ ബോക്സിലിട്ടിട്ട് കളക്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലോക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബിഫോർ ദ ലോട്ടറി ക്യാൻ ബിഗിൻ ദേ മേക്ക് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഫാമിലീസ് ആൻഡ് ഹൗസ് ഹോൾഡ്സ് ഇൻ ദ വില്ലേജ്. അതായത് ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് മിസ്റ്റർ സമ്മേഴ്സ് ഉറപ്പ് വരുത്തും, അതായത് ഓരോ ഫാമിലീസിൻ്റെ ലിസ്റ്റ് എടുക്കും അവർ ആ ഒരു വില്ലേജിലുള്ള. Mr. Summers is sworn in. Some people remember that in the past there used to be a song and salute, but these have been lost. അതായത് ചില ആളുകൾ ആ ഒരു ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് അവരിങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്, പണ്ട് കാലത്ത് അതായത് പാസ്റ്റിൽ ലോട്ടറി എടുക്കുന്നതിന് മുമ്പ് പാട്ട് പാടുമായിരുന്നു, അതുപോലെ സല്യൂട്ടൊക്കെ കൊടുക്കുമായിരുന്നു. അവരുടെ ഒരു റിച്വലാണ് ഈ ഒരു ലോട്ടറി എന്ന് പറയുന്നത്. Tessie Hutchinson joins the crowd, flustered because she had forgotten that today was the day of the lottery. ടെസ്സി ഹച്ചിൻസൺ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറാണ്. അവർ മറന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ലോട്ടറി ഡേ ആണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നു. ഷി ജോയിൻസ് ദ ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ് ആൻഡ് പീപ്പിൾ ജോക്ക് അബൌട്ട് ഹെർ ഇൻറ്റേർണൽ അറൈവൽ. അങ്ങനെ അവൾ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെ അടുത്തേക്ക് മാറി അവിടെ ജോയിൻ ചെയ്തു. മിസ്റ്റർ സമ്മേഴ്സ് ആസ്ക് വെദർ എനിവൺ ഈസ് ആബ്സെൻറ്റ് ആൻഡ് ദ ക്രൗഡ് റെസ്പോണ്ട് ദാറ്റ് ദൻബാർ ഈസ് ഇൻ ദർ. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് ഈ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ആബ്സെൻ്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ക്രൗഡ് അവിടെ നിന്ന് ആളുകൾ പറയുന്നുണ്ട് ദൻബാർ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് ആസ്ക് ഹു വിൽ ഡ്രോ ഫോർ ദൻബാർ ആൻഡ് മിസ്സിസ് ദൻബാർ സേസ് ഷി വിൽ ബിക്കോസ് ഷീ ഡസൻറ്റ് ഹാവ് എ സൺ ഹൂസ് ഹോൾഡ് ഇനഫ് ടു ഡു ഇറ്റ് ഫോർ ഹെർ. മിസ്റ്റർ സമ്മേഴ്സ് ചോദിക്കുന്നുണ്ട് ദൻബാറിന് വേണ്ടിയിട്ട് ആരാണ് ലോട്ടറി എടുക്കാൻ പോകുന്നത്. അപ്പോൾ മിസ്സിസ് ദൻബാർ പറയുന്നുണ്ട് എനിക്ക് മകനില്ല, അതുകൊണ്ട് ഞാൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് ആസ്ക് വെദർ ദ വാട്സൺ ബോയ് വിൽ ഡ്രോ ആൻഡ് ഹി ആൻസേഴ്സ് ദാറ്റ് ഹി വിൽ. പക്ഷേ മിസ്റ്റർ സമ്മേഴ്സ് അത് എഗ്രി ചെയ്യുന്നില്ല. അവിടെ ഒരു പാട്രിയാർക്കൽ ഇത് നമുക്ക് കാണാൻ കഴിയും. അതായത് പുരുഷാധിപത്യം, അതായത് സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കാതിരിക്കുന്ന ഒരു ടെൻഡൻസി അവിടെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് വാട്സൺ ബോയിനോട് ചോദിക്കണം നീ എടുക്കൂലേ എന്ന്. വാട്സൺ ബോയ് അത് അംഗീകരിക്കുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് ദെൻ ആസ്ക് ടു മേക്ക് ഷുവർ ദാറ്റ് ഓൾഡ് മാൻ വാർണർ ഈസ് ദർ ടു. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് ഉറപ്പ് വരുത്തുകയാണ് ഓൾഡ് മാൻ വാർണർ അവിടെ ഇല്ലേ എന്നുള്ളത്. Then Mr. Summers reminds everyone about the lottery's rule. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ലോട്ടറിയുടെ ലോട്ടറിയുടെ നിയമങ്ങൾ ഒന്നുകൂടി റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഹി വിൽ റീഡ് നെയിംസ് ആൻഡ് ദ ഫാമിലി ഹെഡ്സ് കം അപ്പ് ആൻഡ് ഡ്രോ എ സ്ലിപ്പ് ഓഫ് പേപ്പർ. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഫാമിലിയുടെ ആ ഒരു പേര് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫാമിലി ഹെഡ്സ്, ഫാമിലിയിലെ കാരണവർ വന്നിട്ട് ആ ഒരു സ്ലിപ്പ് ഓഫ് പേപ്പർ കളക്ട് ചെയ്യുന്നുണ്ട്. നോ വൺ ഷുഡ് ലുക്ക് അറ്റ് ദ പേപ്പർ അണ്ടിൽ എവരി വൺ ഹാസ് ഡ്രോൺ. എല്ലാവരും എടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും പേപ്പറിലേക്ക് നോക്കാൻ പാടുള്ളൂ എന്നുള്ള റൂളുണ്ട്. ഹി കോൾസ് ഓൾ ദ നെയിം ഡേറ്റിംഗ് ഈച്ച് പേഴ്സൺ ആസ് ദ കം അപ്പ് ടു ഡ്രോ എ പേപ്പർ. അങ്ങനെ എല്ലാവരെയും ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും വിളിച്ചു. മിസ്റ്റർ ആഡംസ് ടെൽസ് ഓൾഡ് മാൻ വാർണർ ദാറ്റ് പീപ്പിൾ ഇൻ ദ നോർത്ത് വില്ലേജ് മൈറ്റ് സ്റ്റോപ്പ് ദ ലോട്ടറി ആൻഡ് ഓൾഡ് മാൻ വാർണർ റിഡിക്യൂൾ യങ് പീപ്പിൾ. അങ്ങനെ മിസ്റ്റർ ആഡംസ് പറയുന്നുണ്ട്, അതായത് ചില വില്ലേജിലൊക്കെ, നോർത്ത് വില്ലേജിലൊക്കെ ഈ ലോട്ടറി, ഈ ഒരു ട്രഡീഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഓൾഡ് മാൻ വാർണർ ഈ ഒരു യങ് പീപ്പിളിനെ അവരോട് പറയുന്നുണ്ട്, ഹി സേസ് ദാറ്റ് ഗിവിങ് അപ്പ് ദ ലോട്ടറി കുഡ് ലീഡ് ടു എ റിട്ടേൺ ടു ലിവിങ് ഇൻ കേവ്സ്. അതായത് ഈ ഒരു ലോട്ടറി, ഈ ഒരു ട്രഡീഷൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആ ഒരു കേവ്സ് ജീവിതത്തിലേക്ക് മടങ്ങേണ്ടി വരും, നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. മിസ്സസ് ആഡം സേസ് ദ ലോട്ടറി ഹാസ് ഓൾറെഡി ബീൻ given up in other villages and old man Water says that nothing but trouble. മിസ്സസ് ആഡംസ് പറയുന്നുണ്ട് ഓൾറെഡി ചില വില്ലേജിലൊക്കെ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ട്രഡീഷൻ, ഈ ഒരു ലോട്ടറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ട്രഡീഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓൾഡ് മാൻ വാണർ പറയുന്നുണ്ട്
അത് ട്രബിളിലേക്ക് നയിക്കുമെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് ഫിനിഷസ് കോളിംഗ് നെയിംസ് ആൻഡ് എവറി വൺ ഓപ്പൺ ഹിസ് ഓർ ഹെർ പേപ്പേഴ്സ്. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് എല്ലാവരുടെ പേര് വിളി നിർത്തി, എല്ലാവർക്കും പേപ്പറൊക്കെ കിട്ടി. അങ്ങനെ എല്ലാവരോടും അവരുടെ പേപ്പർ സ്ലിപ്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. വേർഡ് ക്വിക്ക്ലി ഗെറ്റ്സ് അറൗണ്ട് ദാറ്റ് ബിൽ ഹച്ചിൻസൺ ഹാസ് ഗോട്ട് ഇറ്റ്. അങ്ങനെ ബിൽ ഹച്ചിൻസൺ ആണ് ലോട്ടറി കിട്ടിയത്. ഈ സമയം ബിൽ ഹച്ചിൻസൺ ലോട്ടറി കിട്ടിയ സമയം ടെസ്സി ആർഗ്യൂസ് ദാറ്റ് ഇറ്റ് വാസ് ഇൻ ഫെയർ ബിക്കോസ് ബിൽ ഡിഡിൻ ഹാവ് ഇനഫ് ടു സെലക്ട് പേപ്പർ. അപ്പോൾ ടെസ്സി ആർഗ്യൂ ചെയ്യുന്നുണ്ട്, വാദിക്കുന്നുണ്ട്, ഇത് ഫെയർ അല്ല, ഈ ഒരു ലോട്ടറി മെത്തേഡ് ഫെയർ അല്ല, ഇതിലെന്തോ കള്ളക്കടി ഉണ്ട്. കാരണം ബിൽ ഹച്ചിൻസണ് അധികം സമയമെടുക്കാതെ പെട്ടെന്ന് എടുത്തതാണ്, അതുകൊണ്ട് തന്നെ ബിൽ ഹച്ചിൻസണ് കിട്ടാൻ സാധ്യതയില്ല, ഇതിലെന്തോ കള്ളക്കളി ഉണ്ട് എന്ന് പറയണം. Mrs. Summers asks whether there are any other household in the Hutchinson family and Bill says no because his married daughter draws with her husband's family. അങ്ങനെ മിസ്സസ് സമ്മേഴ്സ് ചോദിക്കുകയാണ്, ബിൽ ഹച്ചിൻസൻ്റെ വീട്ടിൽ നിന്ന് വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിൽ ഹച്ചിൻസൺ പറയുന്നുണ്ട്, ഇല്ല, കാരണം എൻ്റെ മകള് മാരീഡാണ്, അവൾ ഹസ്ബൻഡ്സ് ഫാമിലിയിലാണെന്ന് പറയുന്നുണ്ട്. മിസ്റ്റർ സമ്മേഴ്സ് ആസ്ക് ഹൗ മെനി കിഡ്സ് ബിൽ ഹാസ് ആൻഡ് ഹി ആൻസേഴ്സ് ദാറ്റ് ഹി ഹാസ് 3. അപ്പോൾ മിസ്റ്റർ സമ്മേഴ്സ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര കുട്ടികളാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 3 എന്ന് പറയുന്നുണ്ട്. ടെസ്സി പ്രൊട്ടസ്റ്റ് അഗെയിൻ ദാറ്റ് ദ ലോട്ടറി വാസ് ഇൻ ഫെയർ. അങ്ങനെ ടെസ്സി വീണ്ടും ആർഗ്യൂ ചെയ്യാണ്, അതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ലോട്ടറി മെത്തേഡ് ശരിയല്ല, ബിൽ ഹച്ചിൻസൺ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്, അവന് ലോട്ടറി കിട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. Mr. Graves dumps the papers out of the box onto the ground and then puts 5 papers in for the Hutchinson. അങ്ങനെ മിസ്റ്റർ ഗ്രേവ്സ് വീണ്ടും പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് വീണ്ടും ഒരു രണ്ടാമത്തെ ഒരു ലോട്ടറി എടുക്കുന്ന ഒരു പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് 5 പേപ്പേഴ്സ് ഓരോ ഫാമിലി ആയിട്ട് കൊടുക്കുകയാണ്. ആസ് മിസ്റ്റർ സമ്മേഴ്സ് കോൾസ് ദെയർ നെയിംസ് ഈച്ച് മെമ്പർ ഓഫ് ദ ഫാമിലി കംസ് അപ്പ് ആൻഡ് ഡ്രോസ് എ പേപ്പർ. അങ്ങനെ മിസ്റ്റർ സമ്മേഴ്സ് ഓരോരുത്തരുടെ പേര് വിളിക്കുകയാണ്. അങ്ങനെ ഫാമിലിയിൽ ഓരോരുത്തരും വന്ന് പേപ്പർ എടുത്തു. രണ്ടാമത്തെ ഒരു ലോട്ടറി മെത്തേഡാണ് ഇപ്പോൾ നടക്കുന്നത്. When they open their slips, they find that Tessie has torn the paper with the black dot on it. അങ്ങനെ അവർ പേപ്പർ ഓപ്പൺ ചെയ്തപ്പോഴാണ് അവർക്ക് മനസ്സിലായത് കള്ളക്കളി കാണിച്ചത് ടെസ്സി ആണെന്ന്. കാരണം ആദ്യം ഹച്ചിൻസനാണ് വിൻ ചെയ്തത്. ആ സമയത്ത് ടെസ്സി തൻ്റെ പേരെഴുതിയ പേപ്പറിൽ ഒരു ബ്ലാക്ക് ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ആ ബ്ലാക്ക് ഡോട്ട് കാണുമ്പോൾ തൻ്റെ പേരാണെന്ന് ടെസ്സിക്ക് മനസ്സിലാക്കുകയും അങ്ങനെ ലോട്ടറി ടെസ്സിക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹച്ചിൻസണ് ആണ് ബിൽ ഹച്ചിൻസനാണ് ലോട്ടറി കിട്ടിയത്. ആ സമയത്താണ് ഇത് ഫെയർ അല്ല എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ലോട്ടറി വീണ്ടും എടുക്കുന്ന സമയത്ത് ടെസ്സിക്ക് വിജയിക്കാൻ കഴിയും, ടെസ്സിക്ക് ലോട്ടറി കിട്ടും എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു, ഒരു ഇൻറ്റൻഷനായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മിസ്റ്റർ സമ്മേഴ്സ് ഇൻസ്ട്രക്ട് എവറി വൺ ടു ഹറി അപ്പ്. ദ വില്ലേജേഴ്സ് ഗ്രാബ് സ്റ്റോൺസ് ആൻഡ് റൺ ടുവാർഡ് ടെസ്സി ഹു സ്റ്റാൻഡ്സ് ഇൻ ക്ലിയറിംഗ് ഇൻ ദ മിഡിൽ ഓഫ് ദ ക്രൗഡ്. അങ്ങനെ വില്ലേജേഴ്സ് എന്ത് ചെയ്തു, സ്റ്റോൺസൊക്കെ എടുത്ത് ടെസ്സിനെ എറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം കള്ളക്കളി കാണിച്ചത് ടെസ്സിയാണ്. ടെസ്സി സേ ഇറ്റ്സ് നോട്ട് ഫെയർ ആൻഡ് ഇസ് ഇറ്റ് ഇൻ ദ ഹെഡ് വിത്ത് എ സ്റ്റോൺ. അങ്ങനെ ടെസ്സി പറയാൻ നിൽക്കുകയാണ്, ഇത് ഫെയർ അല്ല എന്ന് പറയാൻ നിൽക്കുന്ന സമയത്താണ് അവളുടെ തലയ്ക്ക് ഒരു കല്ല് വന്ന് വീഴുന്നത്. എവരി വൺ ബിഗിൻസ് ത്രോയിങ് സ്റ്റോൺസ് അറ്റ് ഹർ. അങ്ങനെ എല്ലാവരും വില്ലേജസ് എല്ലാവരും ടെസ്സിയുടെ ഈ ഒരു കള്ളക്കളി കാരണം അവളെ മേലിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തീംസ് ഓഫ് ദ സ്റ്റോറി